in Kottakkal, I always remember this. In his speech, he quoted the inaugural words of Dayapuram, which is, Dayapuram should grow to become an asylum to those who suffer without education, food or medicine, regardless of their religion or region. So we need to remember that kind of kindness. We need to be grateful, and gratitude is a wonderful thing because it gives us perspective. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാനൊരു മണ്ടൻ ചോദ്യം ചോദിച്ചോട്ടെ. എന്ത് ചോദിക്കാമല്ലോ വിഷയം, നിങ്ങൾ എന്തിനാണ് എഴുതുന്നത്? എം.ടി ചിരിച്ചു. അപ്പോൾ എം.ടി പറഞ്ഞു, അത് മണ്ടൻ ചോദ്യമല്ല. ജെയിംസ് ഇഞ്ച് ഒരു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളോട് സാഹിത്യത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ, ചർച്ച ചെയ്യാൻ പോയി. ആ വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് ചോദിച്ചു, വൈ യു ആർ റൈറ്റിംഗ്? അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ടു എൻ്റർടൈൻ യു, ടു ടീച്ച് യു. എം.ടി പറഞ്ഞു, സിഞ്ച് പറഞ്ഞത് ആണ് എൻ്റെ ഉദ്ദേശം, എൻ്റെ ലക്ഷ്യം. And I'm especially honored to be here at this time when we celebrate M.T. Vasudevan Nair, chronicling through his work the evolution of an extraordinarily unique set of social cultures, which consists of matrilineal, which consists of a joint family, which consists of ecologically a very dense world being transformed, not always for the better, by modernity and progress. ഈ വായനയിലൊക്കെ എനിക്കൊരു താല്പര്യം ഉണ്ടാക്കാൻ കാരണമായി. കാരണം അന്ന് നല്ല നല്ല പുസ്തകങ്ങളുള്ള ചില ആളുകളുണ്ടായിരുന്നു വീടുകളിൽ. അവരുടെ കയ്യിലേക്ക് പോയിട്ട് എഴുതി ആ ബുക്ക് എടുത്തുണ്ടോ, ഈ ബുക്ക് എടുത്തുണ്ടോ. പാരമ്പീസൊക്കെ അവിടെ നിന്നാണ് വിട്ടത്. ഈ ആദ്യത്തെ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്, അതിൻ്റെ പിന്നിലുള്ള തത്വം? അത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ്, ഫൈനൽ ഇയർ. അന്ന് കൗമുദിയിലും ജയകേരളത്തിലൊക്കെ വന്നതിൻ്റെ കുറേ കഥകൾ വന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ കഥകളെല്ലാം അന്ന് കുറച്ചൊരു 6-7 കഥകൾ എടുത്തിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഈ ഉണ്ണിയാണ് അതിന് ഒരു ശ്രമം നടത്തിയത്. എം.ടി എന്ന് പറയുന്ന ആള് തീർച്ചയായും ദയാപുരത്തിൻ്റെ കൂടെയുണ്ട് അന്നും ഇന്നും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന നിലക്കാണ് ഈ സംഗമം. ഞാൻ ഈ സ്ഥാപനത്തെക്കുറിച്ച് കുറേ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അച്ഛൻ തുഞ്ചൻപറമ്പിന് ശേഷം ഇത്രയധികം കൂടെ നിന്ന ഒരു സ്ഥാപനം വേറെ ഇല്ലാതെ എനിക്ക് തോന്നുന്നു. അതെനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. ഇവിടെ വരുമ്പോൾ ഈ ഒരു സ്ഥാപനം, ഇത് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു നാന്ദിഗീതം, തീം സോങ് എഴുതിയത് അച്ഛനാണ്. അതുപോലെ എം.ടി. സാറുമായിട്ടും ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർന്ന് ഇടവഴി കിടക്കുന്ന ഈ ഒരു സ്ഥാപനത്തിലൂടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവരെയൊക്കെ കുറിച്ചുള്ള നല്ല ഓർമ്മകളും ഒരുപാട് എന്താ പറയുന്നത്, അങ്ങനെ ഒരു മനോഹരമായ ഒരു വികാരം ഉണർത്തുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. ഈ ഗംഭീര ക്യാമ്പസിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. അതിന് നിമിത്തമായത് വാസുവേട്ടനായത് ചിലപ്പോൾ അതൊരു കാലത്തിൻ്റെ നീതിയായിരിക്കാം.
ഇവിടെ ഇപ്പം CT സാറ് പറഞ്ഞതുപോലെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ചിത്രങ്ങൾക്ക് പല കഥകളും പറയാനുണ്ട്. ഈ വച്ചിരിക്കുന്ന ചിത്രങ്ങൾക്ക് പുതിയ തലമുറ അത് മനസ്സിലാക്കുക, ഓർമ്മകൾ ഉണ്ടായിക്കൊണ്ട് തന്നെ ജീവിക്കുക. 6 പേരും എഴുത്തുകാരുടെ കുടുംബങ്ങളുമായിട്ടും ഒക്കെ അസാധാരണമായ ബന്ധം പുലർത്തുന്ന ഒരു സംഗമം. ഇനിയും ഇത്തരത്തിലൊരു സംഗമം ആശരിക്ക് പോലും സങ്കല്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.